NMCയുടെ OSCE എക്സാമിനേഷനെ കുറിച്ചാണ്. OSCE എക്സാമിനേഷനെ കുറിച്ച് കുറേ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OSCE എക്സാമിനേഷൻ്റെ ടൈമിംഗ് ആണ്. OSCE എക്സാമിനേഷന് ബേസിക്കലി അവർ ചോദിക്കുന്നത് ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷനാണ്. ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ അകത്ത് നിങ്ങളുടെ പ്രാക്ടിക്കൽ സ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരണം. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ജസ്റ്റ് ടാസ്ക് ഫിനിഷ് ചെയ്യുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ കുറേ എബിലിറ്റീസ് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ അസസ് ചെയ്യാനുള്ള എബിലിറ്റി, അതുപോലെ കോംപ്രിഹെൻസീവ് കെയർ കൊടുക്കാനുള്ള എബിലിറ്റി, ഹോളിസ്റ്റിക് കെയർ കൊടുക്കാനുള്ള എബിലിറ്റി, ഹോളിസ്റ്റിക് അസസ്മെൻറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ് പ്രോപ്പർട്ടീസ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ്, നിങ്ങളുടെ പേഷ്യൻറ്റുമായിട്ട്, ഫാമിലി മെമ്പറുമായിട്ട്, അല്ലെങ്കിൽ ടീം മെമ്പേഴ്സുമായിട്ടൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ OSCEയുടെ ടൈമിങ് അതാണ് നമുക്ക് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ OSCEക്കകത്ത് ഞാൻ പറഞ്ഞു UKക്ക് 10 സ്റ്റേഷൻസാണ് ഉള്ളത്. 10 സ്റ്റേഷനകത്ത് പല ടൈമിംഗ് ആണ് തരുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയൻ OSCE ആണെങ്കിൽ അവർ പറയുന്നത് 8 മിനിറ്റ്, അതായത് ഫ്ലാറ്റ് ആയിട്ട് 8 മിനിറ്റ് ആണ് പെർഫോമൻസ് ടൈം. അതുപോലെ തന്നെ 2 മിനിറ്റ് റീഡിംഗ് ടൈം ഉണ്ട്. അതുപോലെ തന്നെ ഐറിഷ് ആപ്റ്റിറ്റ്യൂഡ് അത് OSCE തന്നെയാണ്. അതിൻ്റെ അകത്ത് ഒരു 10 മിനിറ്റാണ് അവർക്ക് അവരുടെ പെർഫോമൻസ് ടൈമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് അവർ 2 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെയൊക്കെയാണ് അവർ റീഡിംഗ് ടൈം തരുന്നത്. ഓക്കെ. അവസാനം UKക്കകത്ത് ഓരോ സ്റ്റേഷനും ഓരോ ടൈമിങ്ങാണ് തരുന്നത്. അതുപോലെ തന്നെ അവിടെ ചില സ്റ്റേഷൻസിന് സൈലൻറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. സൈലൻറ്റ് സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ പേഷ്യൻറ്റോ ആക്ടറോ മാനിക്കുന്നൊന്നുമില്ല. അവിടെ നമുക്ക് കുറച്ച് റൈറ്റിംഗ് ടാസ്കുകളായിരിക്കും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ സ്റ്റേഷനും ഓരോ ടൈമിംഗ് ആയതുകൊണ്ട് പിള്ളേർ കുറച്ച് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ സ്റ്റേഷനകത്ത് ഡിസ്ക്രൈബ് ചെയ്ത് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് തന്നെ ഡിസ്ക്രൈബ് ചെയ്ത് തന്നെ എന്നിട്ട് അതിൻ്റെ പ്രിൻറ്റ് ചെയ്ത ഒരു സ്റ്റേഷൻ ഡിസ്ക്രിപ്റ്റർ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റേഷൻ ഡിസ്ക്രിപ്റ്റർ നിങ്ങൾ തരുക ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സംഭവങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പരിപാടി നിങ്ങൾ പേഷ്യൻ്റ് അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആക്ടറിലേക്ക് മാനിക്കലിടത്തേക്ക് അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ടൈമിങ്, ഓരോ ടൈമിംഗ് ആയതുകൊണ്ട് നമുക്ക് ടൈമിങ് അവർ നേരത്തെ തന്നെ പറയും. അതുപോലെ തന്നെ 2 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് ഒരു വാർണിംഗ് സൈൻ തരും. എക്സാമിൻ്റെ അടുത്ത് നമ്മൾ പറയും 22 മിനിറ്റ്സ് മോർ എന്ന് പറയും. അതിൽ ബെല്ലടിക്കും. അങ്ങനെ പല രീതിയിലും പല സ്റ്റേഷനും കാണിക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം ഫിനിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡോക്യുമെൻറ്റേഷനൊക്കെ നമുക്ക് ടൈമിനകത്ത് ചെയ്യണം. പിന്നെ ഈ UKയുടെ ഡോക്യുമെൻറ്റേഷൻ അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ UKയിലെ എല്ലാ OSCEക്കകത്തും ഡോക്യുമെൻറ്റേഷൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ പ്രൊസീജിയർ ചെയ്തല്ലോ, നീ ഒന്നുമില്ലെങ്കിൽ ചെയ്തല്ലോ, ഇനി ഡോക്യുമെൻറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു അപ്രോച്ചാണ് നമ്മുടെ നാട്ടിൽ. അതേസമയം UKയിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ OSCEക്ക് അതെല്ലാം അങ്ങനെയല്ല. നിങ്ങൾ പ്രൊസീജിയർ ചെയ്യുകയും വേണം, അത് ഡോക്യുമെൻറ്റ് ചെയ്യുകയും വേണം. ഇനി ചില ആൾക്കാർ ചെയ്യുന്നത്, അതായത് പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡോക്യുമെൻറ്റ് ചെയ്തിട്ട് ഡോക്യുമെൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അഡ്വാൻസ് ആയിട്ട് ഡോക്യുമെൻറ്റ് ചെയ്ത് വെച്ചേക്കാമല്ലോ, നമ്മുടെ പണിയൊന്നും കൊടുത്തേക്കാമെന്ന് ചോദിച്ചാൽ വിജയിക്കത്തില്ല. കാരണം അങ്ങനെയുള്ളതിന് അവിടെ ചീറ്റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ഫെയിലിയർ ആവും സ്ട്രേറ്റ് അവേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പരിപാടിക്കൊന്നും പോകരുത്. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ ടൈമിങ് ഇപ്പോൾ സ്ക്രീനിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം സ്റ്റേഷൻ ടൈമിങ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ APIE ആണ്. APIക്ക് അസസ്മെൻറ്റ്, പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ. അതുപോലെ തന്നെ പിന്നെ 4 സ്കിൽ സ്റ്റേഷൻസ്, ഒരു പ്രൊഫഷണൽ വാല്യൂ, ഒരു എവിഡൻസ് ബേസ്ഡ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സ്റ്റേഷൻ ടൈമിംഗ് വരുന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അഡൽട്ട് നഴ്സിംഗ് ആണ് എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അഡൽട്ട് നഴ്സിംഗിനകത്ത് നോക്കാം. അഡൽട്ട് നഴ്സിംഗിൻ്റെ അകത്ത് അസസ്മെൻറ്റ്, പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ ബ്ലാങ്കറ്റ് ആയിട്ട് ടൈം കൊടുത്തിരിക്കുക. അസസ്മെൻറ്റ് അകത്ത് 20 മിനിറ്റ്, പ്ലാനിങ്ങിനകത്ത് 40 മിനിറ്റ്സ്, ഇംപ്ലിമെൻറ്റേഷനകത്ത് 15 മിനിറ്റ്, ഇവാലുവേഷനകത്ത് 8 മിനിറ്റ്. അപ്പോൾ അസസ്മെൻറ്റിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡയഗ്നോസ് ഉള്ള പേഷ്യൻസിനെ ആയിരിക്കും നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതിനെല്ലാം രണ്ടായിട്ട് വരുന്നുണ്ട്. അത് ഒന്ന് ഹോസ്പിറ്റൽ സെനാരിയോ, അതുപോലെ തന്നെ ഒന്ന് കമ്മ്യൂണിറ്റി സെനാരിയോ, ഇങ്ങനെ 2 രീതിയിലാണ് വരുന്നത്. നമുക്ക് നോക്കാം 1 by 1 ആയിട്ട് എന്തൊക്കെയാണ്. അൾഷിമേഴ്സ് ഡിസീസ്. അൾഷിമേഴ്സ് സാധാരണ കമ്മ്യൂണിറ്റിയിലാണ് വരുന്നത്, പക്ഷേ റയർലി ഹോസ്പിറ്റൽ സെനാരിയോയിൽ നമുക്ക് അൾഷിമേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അൾഷിമേഴ്സ് ഉണ്ട്. 20 മിനിറ്റാണ് അസസ്മെൻറ്റ് ടൈമിംഗ് തന്നിരിക്കുന്നത്. 14 മിനിറ്റാണ് പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ 15 മിനിറ്റ്, ഇവാലുവേഷൻ 8 മിനിറ്റ്. അപ്പോൾ ഇതാണ് അസസ്മെൻറ്റിൻ്റെ നമ്മുടെ APIക്കകത്തുള്ള അൾഷിമേഴ്സിൻ്റെത്. അതുപോലെ തന്നെ നമ്മുടെ ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആസ്തമയുണ്ട്. അതുപോലെ ക്രോണിക് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്. കമ്മ്യൂണിറ്റി അസസ്മെൻ്റ് ഉണ്ട്. എക്ടോപ്രഗ്നൻസി ഉണ്ട്. എൻഡ് ഓഫ് ലൈഫ് ഉണ്ട്. കോളൺ ഫ്രാക്ചർ ഉണ്ട്. ഹെർണിയ ഉണ്ട്. ഹോംലെസ്നെസ് ഉണ്ട്. ന്യൂമോണിയ ഉണ്ട്. സബ്ഡ്യൂറൽ ഹെമറ്റോമി ഉണ്ട്. കുറച്ച് സ്റ്റേഷൻസ് കമ്മ്യൂണിറ്റിയിലും വരുന്നുണ്ട്, കുറച്ച് സ്റ്റേഷൻസ് ഹോസ്പിറ്റൽസിനായിരിക്കും വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരുന്ന ഡിസ്കഷൻ്റെ അകത്തുള്ള ടോപ്പിക്സ് ഒക്കെ ഡിവൈഡ് ചെയ്ത് പറയും. ഇപ്പോൾ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ടൈമിംഗ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത്രയും സ്റ്റേഷൻസിൻ്റെ അകത്ത് നോക്കിക്കൊള്ളുക. 20 മിനിറ്റാണ് അസസ്മെൻറ്റ് തരുന്നത്. പ്ലാനിങ്ങിൻ്റെ അകത്ത് 14 മിനിറ്റ് ഉണ്ട്. അതുപോലെ ഇംപ്ലിമെൻറ്റേഷൻ്റെ അകത്ത് 15 മിനിറ്റ് ഉണ്ട്. അതുപോലെ ഇവാലുവേഷനകത്ത് 8 മിനിറ്റ് ഉണ്ട്. നേരത്തെ 3 മിനിറ്റ് റീഡിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി എൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ഫെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളെ ഞാൻ
ട്രെയിൻ ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞത് അവർക്ക് ഇപ്പോൾ ടൈമിംഗ് ഒക്കെ അവർ നിർത്തി, എന്നാൽ ടൈമിംഗ് ഒന്നും ഇല്ല, നമുക്ക് 20 മിനിറ്റിൻ്റെ അകത്ത് തന്നെ റീഡിംഗ് ടൈം വരും, വേറെ എക്സ്ട്രാ റീഡിംഗ് ടൈം ഒന്നും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറച്ച് സമയം എടുത്ത് റീഡ് ചെയ്യും. പക്ഷെ ഞാൻ സ്റ്റുഡൻസിനോട് അഡ്വൈസ് ചെയ്യുന്നത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 മിനിറ്റ് കൊടുത്താലും കുഴപ്പമില്ല, നിങ്ങളതൊന്ന് റീഡ് ചെയ്ത് നോക്കുക. കാരണം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയണം. കാരണം നമ്മുടെ രീതിയിലല്ല അവർ പോകുന്നത്. അപ്പോൾ അവരുടെ രീതിയിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാതെ നമുക്ക് അത് കണ്ടുപിടിച്ചെഴുതാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഞാൻ മെൻ്റൽ ഡിസബിലിറ്റി നഴ്സിംഗ്, അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, ലേണിംഗ് ഡിസബിലിറ്റി, ചിൽഡ്രൻസ് നഴ്സിംഗിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത ടോപ്പിലോട്ട് പോവുകയാണ്. അഡൽട്ട് നഴ്സിംഗിലുള്ള നമ്മളുടെ സ്കിൽ സ്റ്റേഷൻസ്. ഇപ്പോൾ സ്കിൽ സ്റ്റേഷൻ്റെ അകത്ത് പലതിനും പല ടൈമിങ്ങാണ് പറയുന്നത്. ലേറ്റസ്റ്റ് ഇന്നത്തെ ലെവൽ അനുസരിച്ചുള്ളത്, അതായത് 25/12/2023 നമ്മൾ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഇതനുസരിച്ചുള്ള സ്റ്റേഷൻസാണ്. ഈ സ്റ്റേഷൻസ് മാറിയും മറിഞ്ഞൊക്കെ വരുന്നുണ്ട്. ചിലത് ആഡ് ചെയ്യുന്നുണ്ട്, ചിലത് ഒഴിവാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചിലതിൻ്റെ അത് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എക്സാമിന് പോകുന്നതിന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ സൈറ്റിൽ പോയി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോറി ഫോർ ദാറ്റ്. അതുപോലെ തന്നെ നമുക്ക് ഏത് സ്റ്റേഷൻസാണ് കിട്ടുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ 5 സെൻറ്ററുകളുണ്ട്. 5 സെൻറ്ററിൽ 2 സെൻറ്റർ വെച്ച് നമ്മുടെ ഓക്സ്ഫോർഡിൽ 2 സെൻറ്ററുണ്ട്. ഓക്സ്ഫോർഡിന് സിംഗിൾ സെൻറ്ററുണ്ട്. അതുപോലെ ബാക്കി എല്ലായിടത്തും ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് അൾസറുണ്ട്, നോർത്താംബ്രിയുണ്ട്, ലീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ നോർത്താംപ്ടൺ. അപ്പോൾ അതിനകത്ത് എല്ലാ സെൻറ്റേഴ്സിൽ അവരുടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. അവരുടെ ഇതിൽ വലിയ വ്യത്യാസമില്ല, കോർ കമ്പോണൻ്റെല്ലാം സെയിം ആയിരിക്കും, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻഹെയിൽഡ് മെഡിസിൻ, എയിം എന്നാണ് പറയുന്നത്. അതായത് ഒരു ഇൻഹെയിൽഡ് മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുക. അതിനെ നിങ്ങൾക്ക് നമ്മളുടെ നമ്മൾ ഇൻഹെയിൽഡ് വലിക്കുന്ന സെയിം സാധനം തന്നെയാണ്. അതിന് 12 മിനിറ്റാണ് സമയം. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സപ്പോസിറ്ററി, അതായത് ഒരു മാനിക്കലിൽ ഒരു സപ്പോസിറ്ററി കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ട് ഒരു മാനിക്കലിൻ്റെ സപ്പോസിറ്ററി അഡ്മിനിസ്റ്റർ ചെയ്യുക. 10 മിനിറ്റാണ് സമയം. അതുപോലെ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ്, ഒരു പേഷ്യൻറ്റിന് ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ RBS ആയിരിക്കാം വരുന്നത്, ചിലപ്പോൾ FBS ആയിരിക്കാം വരുന്നത്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ പേഷ്യൻറ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ടോ, ഫുഡ് കഴിച്ചിട്ടില്ല എന്നൊന്ന് ചെക്ക് ചെയ്തോ. അത് ഡോക്യുമെൻറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പേഷ്യൻറ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 1 hour 2 hour കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോസ്റ്റ് പ്ലാന്റിലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്ന കോളത്തിൽ റെക്കോർഡ് ചെയ്യാവുള്ളൂ. തിരിച്ച് റെക്കോർഡ് ചെയ്തിട്ട് സ്റ്റുഡൻസ് തോറ്റു പോയതായിട്ട് എൻ്റെ അടുത്ത് ട്രെയിനിങ് ഉണ്ട്, അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. അതുപോലെ കത്തീറ്റർ സ്പെസിഫൈഡ് യൂറിൻ സാമ്പിൾ, CSU കത്തീറ്റർ യൂറിൻ സാമ്പിൾ എടുക്കരുത്. അപ്പോൾ നമ്മുടെ ഈ നീഡിലെസ് ആയിട്ടുള്ള പോർട്ട് ഉണ്ട്, അതുപോലെ നീഡിലായിട്ടുള്ള പോർട്ടും ഉണ്ട്. അങ്ങനെ പല സെൻറ്ററുകളും പല രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോണം. അതായത് അതിന് 8 മിനിറ്റ് സമയം. അതുപോലെ ഫൈൻ ഫോർ NG2 ഇൻസേർട്ട് ചെയ്ത പ്രോസസ് 12 മിനിറ്റ്. ഫ്ലൂയിഡ് ബാലൻസ് 4 ഡിഫറെൻറ്റ് പേഷ്യൻസ് ആണ്, 12 മിനിറ്റ്. ഇൻ ഹോസ്പിറ്റൽ റീസസ്റ്റേഷൻ ഉണ്ട്, ഡീഫിബ്രിലേഷനുള്ള IHR 6 മിനിറ്റ്. അതുപോലെ തന്നെ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ഉണ്ട് 12 മിനിറ്റ്. IV ഫ്ലഷും VIP സ്കോറും വരുന്നുണ്ട് 12 മിനിറ്റ്. അതുപോലെ നേസോഫാരിഞ്ചിയൽ സക്ഷനിങ് വരുന്നുണ്ട് 10 മിനിറ്റ്. ന്യൂട്രീഷണൽ അസസ്മെൻറ്റ് 8 മിനിറ്റ്. ഓറൽ കെയർ പ്ലാൻ 10 മിനിറ്റ്. അതുപോലെ തന്നെ പെയിൻ അസസ്മെൻറ്റ് 6 മിനിറ്റ്. അതുപോലെ തന്നെ പീക്ക് എക്സ്പിറേറ്ററി ഫ്ലോ റേറ്റ്, നമ്മുടെ പീക്ക് ഫ്ലോ മീറ്റർ വെച്ചിട്ട് നമ്മൾ പേഷ്യൻറ്റിന് നമ്മുടെ റെസ്പിറേറ്ററി വൈറ്റൽ കപ്പാസിറ്റി അസസ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആസ്മ പേഷ്യൻറ്റ്, COPD പേഷ്യൻറ്റ് ചെയ്യുന്നതാണ്. അതിന് 8 മിനിറ്റ്. അതുപോലെ പ്രഷർ ഏരിയ അസസ്മെൻറ്റിന് 8 മിനിറ്റ്. റിമൂവൽ ഓഫ് യൂറിനറി കത്തീറ്റർ ROC അല്ലെങ്കിൽ RUC ഒന്ന് തന്നെയാണ്, 8 മിനിറ്റ്. അതുപോലെ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ 12 മിനിറ്റ്. MSc യൂറിനാലിസിസ് 8 മിനിറ്റ്. വൂണ്ട് അസസ്മെന്റ് റെസെപ്റ്റിക് നോൺ ടച്ച് ടെക്നിക്ക് ഈസ് 21 മിനിറ്റ്. അതാണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ. അതുപോലെ തന്നെ ഏറ്റവും സമയം കൂടുതൽ എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എക്സിക്യൂട്ട് നോൺ ടച്ച് ടെക്നിക്കിനകത്ത്. വരുന്ന ക്ലാസ്സുകളിൽ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു കാര്യം നോക്കിക്കേ, ഏറ്റവും കുറഞ്ഞ ടൈമിംഗ് 6 മിനിറ്റ് ആണ്, ഏറ്റവും കൂടിയ സമയം 21 മിനിറ്റ്. അപ്പോൾ 6 മിനിറ്റ് ഉണ്ട്, 10 മിനിറ്റ് ഉണ്ട്, 8 മിനിറ്റ് ഉണ്ട്, 12 മിനിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് നോക്കിക്കേ 21 മിനിറ്റ് ആണ്. അപ്പോൾ ഇത്രയും സ്റ്റേഷൻസ് ആണ് നിങ്ങൾക്ക് അവർ അഡ്വൈസ് ചെയ്ത് തരുന്നത്. അപ്പം ഇതാണ് അഡൽട്ട് സ്റ്റേഷൻ, അഡൽട്ട് ഹോസ്റ്റിക്കകത്തുള്ള സ്കിൽ സ്റ്റേഷൻസ്. നമുക്ക് അടുത്തത് ഞാൻ പോകാൻ പോകുന്നത് നമ്മളുടെ എവിഡൻസ് ബേസ്ഡ് സീരീസിനകത്താണ് പോകുന്നത്. എവിഡൻസ് ബേസ്ഡ് സീരീസിനകത്ത് ഞാൻ പറഞ്ഞു, റിസർച്ച് എവിഡൻസിൻ്റെ ബേസിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ എഴുതി വെക്കണം. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സെനാരിയോ പോലെയോ ഒരു ക്വസ്റ്റ്യൻ പോലെയൊക്കെ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് തരും. അപ്പോൾ അതിൻ്റെ അകത്ത് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള 2-3 നിങ്ങൾക്ക് റിസർച്ച് അബ്സ്ട്രാക്ട്സ് ഉണ്ടാകും. റിസർച്ച് അബ്സ്ട്രാക്ട്സ് മിക്കവാറും ആർട്ടിഫിഷ്യലായിരിക്കും, ക്രിയേറ്റ് ചെയ്ത അബ്സ്ട്രാക്ട്സ് ആയിരിക്കും. അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിസർച്ച് കണ്ടന്റ് മാനേജ് ചെയ്യാനുള്ള നിങ്ങളുടെ എബിലിറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ആംഗിൾ സ്പ്രെയിന്, പേഷ്യൻ്റ് ആംഗിൾ സ്പ്രെയിൻ ഉണ്ട്, പർട്ടിക്കുലർ മാനേജ്മെൻറ്റ് പേഷ്യൻ്റ് ഇഷ്ടമാണ്, വേറൊരു മാനേജ്മെൻറ്റ് ബെറ്റർ ആണെന്ന് പേഷ്യൻ്റ് ഫീൽ ചെയ്യുന്നു. അങ്ങനെയൊക്കെയായിരിക്കും ചോദ്യം ചോദിച്ചുകൊണ്ട് വരുന്നത്. അപ്പം അതുപോലെ ഓട്ടിസം ആൻഡ് സ്പെക്ട്രം ഡിസോർഡർ, ഓട്ടിസം ഉള്ള പേഷ്യൻറ്റിനുള്ള ഡിസോർഡേഴ്സ്, എസ്പെഷ്യലി നമ്മുടെ സെൽഫ് ഹാമിംഗ് ഡിസോർഡറൊക്കെ വരാം. അതുപോലെ ബെഡ് സൈഡ് ഹാൻഡ് ഓവർ ഉണ്ട്, സർവൈക്കൽ സ്ക്രീനിങ് ഉണ്ട്, ക്രാൻബെറി ജ്യൂസ് ആൻഡ് UTI ഉണ്ട്, ഡിമെൻഷ്യ ആൻഡ് മ്യൂസിക് ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്,
ഫീമെയിൽ മയോകാർഡിയൽ സിംറ്റംസ് ഉണ്ട്, അതുപോലെ ഫീവർ ഇൻ ചിൽഡ്രൻ ഉണ്ട്, ഒബീസിറ്റി മാനേജ്മെന്റ് ഉണ്ട്, പ്രഷർ അൾസർ പ്രിവെൻഷൻ ഉണ്ട്, റിസ്ട്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ സലൈൻ വേഴ്സസ് ടാപ്പ് വാട്ടർ ഉണ്ട്, സ്മോക്കിംഗ് സെസേഷൻ ഉണ്ട്, ഹണി ഡ്രസ്സിംഗ് വേഴ്സസ് ലെഗ് അൾസേഴ്സ്. ഇത്രയും ടോപ്പിക്കിൻ്റെ അകത്താണ് നമുക്ക് സാധാരണ നമ്മളുടെ 10 മിനിറ്റുള്ള സ്റ്റേഷൻ. ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് എഴുതാനായിട്ട് ഒരു വൈകിട്ട് പേപ്പർ തരും. അപ്പോൾ അതിൻ്റെ അകത്ത് മിനിമം 5 പോയിന്റ്സ് ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കണം. എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത ഇതിലോട്ട് പോവുകയാണെങ്കിൽ പ്രൊഫഷണൽ വാല്യൂസ്. പ്രൊഫഷണൽ വാല്യൂസ് ബുള്ളിങ് കളിയാക്കലാണ് ഉദ്ദേശിക്കുന്നത്. കൺസീൽമെന്റ് ബെഡ് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബെഡ് നമുക്ക് റിപ്പോർട്ട് ചെയ്തില്ല. കാരണം റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ പ്രശ്നം വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എക്സാമ്പിൾ 3 മണി പേഷ്യന്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണിയാകുമ്പോൾ നമുക്ക് പോകാനുള്ളതാണ്. 4 മണിക്കൂറിനകത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ പേഷ്യന്റ് എടുക്കേണ്ട. റിപ്പോർട്ട് ചെയ്താൽ അപ്പോൾ തന്നെ പുതിയ പേഷ്യന്റ് വരും. അപ്പോൾ പേഷ്യന്റ് അഡ്മിഷൻ എടുക്കണം. അത് താല്പര്യക്കുറവ്. അതല്ലെങ്കിൽ ICUലൊക്കെ ആണെങ്കിൽ പേഷ്യന്റിന് വൈകുന്നേരമൊക്കെ പേഷ്യന്റ് ഡിസ്ചാർജ് ആകുമ്പോൾ എത്താവുകയും ചെയ്ത് റിപ്പോർട്ട് ചെയ്തില്ല. അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ബെഡ് യൂസ് ചെയ്ത് രാത്രി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയൊക്കെ സ്റ്റാഫും ബോസ് അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടി. കോൺഫിഡൻഷ്യാലിറ്റി വെച്ചാൽ പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് നിങ്ങൾ വേറൊരാളോട് പറയാൻ മേലായോ എന്ന് വെച്ചാൽ സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ്. ഡ്രഗ്ഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രഗ്ഗർ ഉണ്ടാക്കി, നിങ്ങൾ ഫ്രണ്ട് ഡ്രഗ്ഗർ ഉണ്ടാക്കി നിങ്ങൾ അറിയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മാനേജ്മെന്റ്. ഫോൾസ് റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ നിങ്ങളല്ല നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒരാൾ ഒരു ഫോൾസ് റെപ്രസെന്റേഷൻ, അതായത് നമുക്ക് ഈ നമ്മളുടെ റെഫറൻസ്, നമ്മുടെ ജോലി കിട്ടാൻ വേണ്ടിയുള്ള റെഫറൻസ് തട്ടിക്കൂട്ട് രീതിയിൽ അല്ലെങ്കിൽ ഫ്രോഡ് രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഫോൾസിഫൈങ് ഒബ്സർവേഷൻസ്, വൈറ്റൽ സൈൻസ് ഒന്നും നോട്ട് ചെയ്യാതെ ഉള്ളായ്പ രീതിയിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റ് കൊടുക്കേണ്ട ഹോസ്പിറ്റൽ ഫുഡ് അടിച്ചു മാറ്റി സ്റ്റാഫ് കഴിക്കുന്നത് നിങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളത് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇമ്പയർഡ് പെർഫോമൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒക്കെ എഫക്റ്റിലോ ഉള്ള സ്റ്റാഫ് ഡ്യൂട്ടിക്ക് വരുന്നു, നിങ്ങൾ കാണുവാണെങ്കിൽ ചെയ്യും. ലബോറട്ടറി റിസൾട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യൻ്റെ ലബോറട്ടറി റിസൾട്ട് പേഷ്യൻ്റെ ഫ്രണ്ടോ ഫാമിലി മെമ്പറോ ഒക്കെ ആയിട്ടുള്ള വേറൊരു ഡോക്ടറോ വേറൊരു നഴ്സ് ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊടുക്കാൻ പാടില്ല. അതാണ് ശരിക്കും യുക്കായിട്ട് റൂള്. അതുപോലെ തന്നെ പോസിബിൾ അബ്യൂസ്, പേഷ്യൻ്റ് അബ്യൂസ് ചെയ്യാതെ നിങ്ങൾ അറിയുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ പ്രൊഫഷണൽ കൺഫ്രണ്ടേഷൻ, നിങ്ങൾ പേഷ്യൻസിൻ്റെ ഫാമിലി മെമ്പറുമായിട്ടോ അതായത് പബ്ലിക്കുമായിട്ടോ വഴക്കുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല, അവിടെ നിങ്ങൾ ചീത്ത വിളിച്ചുകൊണ്ട് വരുന്നു. അതുപോലെ റേസിസം, പേഷ്യൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫാമിലിയുടെ അടുത്ത് റേസിസം നിങ്ങൾ കാണുന്നു, ഫീൽ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ പേഷ്യൻ്റെ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ അറിയുന്നു, നിങ്ങൾ എന്ത് ഇന്റർപ്രിട്ടേഷൻ നടത്തും. അതുപോലെ വിറ്റ്നസ്ഡ് അബ്യൂസ്, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പേഷ്യൻസിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പേഷ്യന്റിനെ അവർ അബ്യൂസ് ചെയ്യുന്നു. അബ്യൂസ് ഇൻഫ്ലിക്റ്റിംഗ് ഇഞ്ചറി ഇൻ എനി ഫോം ആണ്. അതായത് പേഷ്യന്റ് ഫിസിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ, സ്പിരിച്വൽ, ഇന്റലക്ച്വൽ ഏത് ഫോമിൽ അബ്യൂസ് ചെയ്യുക, പെയിൻ എടുക്കുക, അല്ലെങ്കിൽ വേദനിപ്പിക്കുക, അതാണ് അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇതെല്ലാം സമയം നോക്കിക്കുക, 10 മിനിറ്റ് എല്ലാത്തിനും സമയം. അപ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ് ഇത് സൈലന്റ് സ്റ്റേഷൻസ് ആയിട്ട് 10 മിനിറ്റ് നിങ്ങൾക്ക് മാക്സ് യൂസ് ചെയ്യാം. അത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കൺസെപ്റ്റ് വെച്ചിട്ട് എഴുതി അവിടെ പ്രൊഫഷണൽ വാല്യൂ എവിഡൻസ് ബേസ്ഡ് സ്കിൽ സ്റ്റേഷൻസ് ഒക്കെ മിനിമം 6 മിനിറ്റും മാക്സിമം 21 മിനിറ്റ് ടൈമിംഗ് ഉണ്ട്. APIക്ക് അകത്താണെങ്കിൽ 4 ടൈപ്പിംഗ് ടൈമിംഗ് ആണുള്ളത് APIക്ക് അകത്ത്. അപ്പോൾ ഞാൻ ക്ലാസിക്കലായിട്ട് നമ്മുടെ ടൈമിംഗ് 20, 14, 15, അതുപോലെ തന്നെ 8 മിനിറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ അസസ്മെന്റ് കോംപ്രിഹെൻസീവ് ഹോളിസ്റ്റിക് അസസ്മെന്റ് ചെയ്ത് പ്ലാനിങ്ങിൻ്റെ കേപ്ലാൻ റൈറ്റിംഗാണ്. 2 കേപ്ലാൻ എഴുതണം, 14 മിനിറ്റ് സമയമുണ്ട്. ഇംപ്ലിമെന്റേഷൻ മെഡിസിൻ കൊടുക്കണം, ഓർഗൻ മെഡിസിനാണ് കൊടുക്കുന്നത്. 1, 2, 3 ഓർഗൻ മെഡിസിൻ കൊടുക്കണം പേഷ്യന്. അതാണ് ഇംപ്ലിമെന്റേഷൻ സ്റ്റേഷൻ. ഇവാലുവേഷനായിട്ട് പേഷ്യന്റ് ട്രാൻസ്ഫർ ഔട്ട് ചെയ്യണം, വെർബലി പേഷ്യന്റ് ട്രാൻസ്ഫർ ഔട്ട് ചെയ്യണം. 8 മിനിറ്റ് സ്റ്റേഷൻ. ഇതാണ് APIക്ക് അകത്ത് വരുന്ന സ്റ്റേഷൻസ്, അഡൽട്ട് നഴ്സിംഗിൻ്റെ അകത്തുള്ള സ്റ്റേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റേഷൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് എൻ്റെ പോസ്റ്റി ക്ലാസ് അടുത്ത ദിവസം വരുന്നതായിരിക്കും. നിങ്ങൾക്ക് പോസ്റ്റി സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ, പെയ്ഡ് ആണെങ്കിൽ, റെഗുലർ ആണെങ്കിൽ ഇതിന് മന്ത്ലി പ്രോഗ്രാം ഉണ്ട്. അടുത്ത ഈ മാസത്തെ ബാച്ച് ജനുവരി ആദ്യം ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഹോസ്റ്റി ഓൺലൈൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. ഈ എല്ലാ ഓഫ്ലൈൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഹോസ്റ്റി ഓഫ്ലൈൻ കേരളത്തിൽ അവൈലബിൾ ആണ്. അതിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പഠിപ്പിക്കുന്നത്. അപ്പം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഹോസ്റ്റിക്കുള്ള പെയ്ഡ് ബാച്ചിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പേഴ്സണൽ സപ്പോർട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ഇതാണ് എനിക്ക് ഹോസ്റ്റിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഞാൻ ഇന്ന് തൽക്കാലത്തേന് എൻ്റെ ടോപ്പിക്ക് നിർത്തുവാണ്. നമുക്ക് ഇതുപോലെ വണ്ടർഫുൾ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ താങ്ക് യു വെരി മച്ച്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ബട്ടണിനകത്ത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് കിട്ടും. ഞാൻ CPT ലഭിക്കുന്നുണ്ട്, യുകെയുടെ CPT. അതുപോലെ തന്നെ ഞാൻ യുകെയുടെ ഹോസ്റ്റി ഉണ്ട്, ഐറിഷ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഹോസ്റ്റി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെയാണ് ട്രെയിനർ. നിങ്ങൾക്ക് പ്രശ്നം കോൺടാക്ട് ചെയ്യുക. So thank you very much for listening to this video, and we will come back with another wonderful video in the coming days. Thank you very much.